ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത സാധാരണ ഒരു മെക്കാനിക്കായ മാധവൻ നായര് മക്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് തോക്കാൻ വേണ്ടി മാത്രമാ. കേസിനെ പറ്റി കൂടുതൽ വിവരമില്ലാത്ത മാധവൻ നായരെന്ന എന്റെ അച്ഛൻ വീണ്ടും തോക്കാൻ പോവാ. ആയിക്കോട്ടെ, മാധവൻ നായരുടെ ജീവിതം പരാജയവാ. മാപ്പാക്കണം. ഓക്കെ ഓക്കെ. എന്താണ് മാധവൻ നായരുടെ ആവശ്യം? തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും മക്കൾ അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ചെലവാക്കിയ പണം കോടതി തന്നെ തിരികെ വാങ്ങിത്തരണം. എനിക്കും എന്റെ ഭാര്യയ്ക്കും സമാധാനത്തോടെ ശേഷിച്ച ജീവിതകാലം കഴിക്കാൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. മാധവൻ നായരുടെ ആവശ്യങ്ങളും അനുഭവങ്ങളും പറഞ്ഞു തീർന്നിട്ടില്ല. എന്നാലും പ്രതിഭാഗം വക്കീലിന് എന്താ ബോധിപ്പിക്കാനുള്ളതെന്ന് കേൾക്കട്ടെ. ഇതെല്ലാം വെറും വീട്ടുകാര്യങ്ങളാണ് യുവർ ഓണർ. സാമാന്യം അഭിമാനമുള്ള ഒരച്ഛനും മക്കളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചിഴക്കാറില്ല. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ പാടില്ല. എന്റെ കക്ഷികളായ പ്രകാശും മനോജും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരാണ്. അവരെ അപമാനിക്കാതെ തീരെ വിലയില്ലാത്ത ഈ കേസ് തള്ളിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല, എന്റെ കക്ഷി ഈ പറയുന്ന മാധവൻ നായരുടെ ഇളയ മകൻ മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മരുമകനാണ്. സമൂഹത്തിൽ ഇത്രത്തോളം ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവർക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ. അതെങ്ങനെ സാധ്യവും? 2007 ദി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് സെക്ഷൻ 4. ഇതൊക്കെ വക്കീല് മറന്നോ? അച്ഛനമ്മമാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും മക്കളായാലും എല്ലാവർക്കും തുല്യമായ നീതി ലഭ്യമാക്കുകയാണ് കോടതിയുടെ ധർമ്മം. വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളെ മക്കള് സംരക്ഷിക്കണമെന്ന് നിയമം പറയുന്നില്ലേ? മാധവൻ നായരുടെ കേസില് ഇന്ന് സമൂഹം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നവും ഉൾപ്പെട്ടിട്ടുണ്ട്. അനാഥമാക്കപ്പെടുന്ന വാർദ്ധക്യം. മാധവൻ നായരുടെ കേസ് പഠിച്ച ശേഷം ഉചിതവും മാതൃകാപരവുമായ ഒരു വിധി പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്തം കോടതിക്കുണ്ട്. മാധവൻ നായരുടെ പ്രായത്തെ മാനിച്ച് മറ്റു കേസുകളെ പോലെ ഈ കേസ് നീട്ടിവെക്കാവുന്ന ഒന്നല്ല. നാളെ തന്നെ വിചാരണ തുടരുന്നതായിരിക്കും. കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. വാദി ഒന്ന് നിക്ക. വക്കീലിന്റെ സാന്നിധ്യത്തിലല്ലാതെ പ്രതികളായ മനോജിനും പ്രകാശനും വാദിയായ മാധവൻ നായരോട് സംസാരിക്കാൻ പറ്റൂ? എന്തു വന്നാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. മക്കൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. മക്കളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ലോകത്തെ ആദ്യത്തെ അച്ഛനെന്ന ബഹുമതി നിങ്ങൾക്ക് തന്നെയായിരിക്കും. ആ ബഹുമതി ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. മക്കളെ പ്രതിക്കൂട്ടി നിർത്തുന്നത് അലങ്കാരാണെന്ന് വിചാരിക്കരുത് അച്ഛാ. ഇത് ഞാൻ സ്വയം ചെയ്തതല്ലോ, എന്നെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിച്ചതല്ലേ. അമ്മയ്ക്ക് അവകാശപ്പെട്ട കോവിലകത്തെ സ്വത്ത് അമ്മയുടെ സഹോദരനായ അശോക് വർമ്മ മാത്രം അങ്ങനെ അനുഭവിക്കേണ്ട. ആ സ്വത്ത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അമ്മയ്ക്ക് അർഹതപ്പെട്ട സ്വത്തിന്റെ പകുതി കിട്ടിയാല് ഞങ്ങൾ അത് വാങ്ങി പിരിഞ്ഞു പോയിക്കോളാം. ആ സ്വത്ത് ചന്ദ്രിക വേണ്ടാന്ന് വെച്ചതാ. ചന്ദ്രികയ്ക്ക് വേണ്ടാത്ത ഒന്നും എനിക്കും വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് വേണം. ചന്ദ്രിക വേണ്ടാന്ന് വെച്ചത് ചന്ദ്രികയെ അപമാനിച്ചുകൊണ്ട് മക്കൾ പിടിച്ചു വാങ്ങണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല. ഇത് പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ടൊട്ട് തീറ്റിക്കയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. അച്ഛനെ, ഈ കേസില് തോൽക്കും.
അപ്പോ മക്കൾക്കെതിരെ വാളെടുത്ത് നിന്ന മാധവൻ നായരെ കുറച്ച് പാഠങ്ങൾ അങ്ങ് പഠിക്കും. മാധവൻ നായർ ജീവിതത്തിൽ ഇതുവരെ മക്കളുടെ മുന്നിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. പക്ഷെ ഇനി മുതല് മക്കളുടെ മുന്നിൽ തോൽക്കാനും മാധവൻ നായർക്ക് മനസ്സില്ല. ഉം. ഈ പോരാട്ടം ഞാൻ ജയിക്കാൻ വേണ്ടി നടത്തുന്നതാ. വിരളി പിടിച്ച കാളകൾക്ക് മൂക്കയറി ഇടുകയാ പതിവ്. അച്ഛാ, വെറുതെ മക്കളോട് വെല്ലുവിളിക്കാൻ നോക്കരുത്. തോറ്റു തൊപ്പിയിടും. വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത സാധാരണ ഒരു മെക്കാനിക്കായ മാധവൻ നായര് മക്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് തോക്കാൻ വേണ്ടി മാത്രമാ. കേസിനെ പറ്റി കൂടുതൽ വിവരമില്ലാത്ത മാധവൻ നായർ എന്ന എന്റെ അച്ഛൻ വീണ്ടും തോക്കാൻ പോവാ. ആയിക്കോട്ടെ, മാധവൻ നായരുടെ ജീവിതം പരാജയവാ. ഇന്നല്ല, എന്റെ 2 ആൺമക്കളുടെ ജനനശേഷം. സ്വന്തം അച്ഛനെ കുത്തുവാള എടുപ്പിച്ച് തെരുവിലിറക്കാൻ നോക്കിയ മക്കളല്ലേ നിങ്ങള്? 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയെ മനുഷ്യപ്പറ്റില്ലാതെ അച്ഛനിൽ നിന്നും പിരിക്കാൻ നോക്കിയവരല്ലേ നിങ്ങള്? ലോകത്തൊരച്ഛനും അമ്മയ്ക്കും ഇത്തരം മക്കൾ ജനിക്കാതിരിക്കട്ടെ. എന്ത് പാപമാടാ ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? തരാവുന്നതിനും അപ്പുറം പണം 2 പേർക്കും തന്നവനാ ഞാൻ. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ചോര നീരാക്കി ജോലി ചെയ്താ നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്. പകരം നീയൊക്കെ ചെയ്തതോ അച്ഛനെ അമ്മയും ദ്രോഹിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ കണ്ട പഴയ മാധവൻ നായരല്ല ഇപ്പൊ ഈ നിൽക്കുന്നത്. മക്കളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മാധവൻ നായരാ. നിന്റെയൊക്കെ ശൗര്യം ഇനി എന്നോട് വേണ്ട. മക്കള് പറഞ്ഞത് കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന മാധവൻ നായര് മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രം പടയൊരുക്കി നിൽക്കുന്ന പുതിയ മാധവൻ നായരാ. ഈ യുദ്ധത്തിൽ മാധവൻ നായർ ജയിക്കും. മാധവൻ നായരെ ജയിക്കൂ. തോൽക്കാൻ എന്റെ പൊന്നു മക്കള് തയ്യാറായിരുന്നു. ഏട്ടാ, ഇത് രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണെന്നാ തോന്നുന്നത്. രണ്ടും കൽപ്പിച്ചുള്ള പോക്കൊന്നുമല്ല, ഒടുക്കത്തെ പോക്കാ. കേസിൽ തോറ്റ് കയ്യിലെ കാശെല്ലാം പോകുമ്പോ കിളവനത് മനസ്സിലാവും. വാ. മാനത്തെ കൊട്ടാ